ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. തദ്ദേശ തിരഞ്ഞെടുപ്പും ലിറ്റർജി പ്രതിസന്ധിയും രാഷ്ട്രീയവും. ഇപ്പോഴത്തെ സീറോ മലബാർ സഭയിലെ ലിറ്റർജി പ്രതിസന്ധിയും രാഷ്ട്രീയവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. കേരള രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ രാജ്യങ്ങളിലും രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കും. സാഹചര്യങ്ങളനുസരിച്ചും നിലപാടുകളിലെ വ്യത്യാസമനുസരിച്ചും പിന്നെ വീക്ഷണങ്ങളുടെയും സമീപന രീതികളുടെയും ഒക്കെ വ്യത്യാസമനുസരിച്ച് രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കും. നമ്മെ സംബന്ധിക്കുന്ന, പ്രത്യേകിച്ചും ക്രിസ്ത്യാനികളെ സംബന്ധിക്കുന്ന ഒരു ചരിത്രം അറിഞ്ഞിരിക്കുന്നത് ഒരു പക്ഷേ ഈ രാഷ്ട്രീയ നിലപാടുകൾക്ക്, ഈ രാഷ്ട്രീയമായിട്ടുള്ള നിലപാടുകൾ എടുക്കാൻ ഒരു പക്ഷേ നമ്മൾ സഹായിക്കും എന്ന് കരുതിയിട്ടുള്ള എൻ്റെ ഒരു വീക്ഷണമാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. 1964 കേരള കോൺഗ്രസ് നേതാവായിരുന്ന കോൺഗ്രസ് നേതാവായിരുന്ന കെ എം ജോർജിന്റെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസ് പാർട്ടി ഉണ്ടാക്കുന്നത്. ക്രിസ്ത്യാനികളുടെ പാർട്ടി എന്ന് വിളിക്കാവുന്ന ഒരു പാർട്ടി തന്നെയായിരുന്നു അത്. തീർച്ചയായും മുസ്ലിം ലീഗിനേക്കാൾ മതേതര മുഖം അന്നേ കാത്തുസൂക്ഷിച്ചൊരു പാർട്ടിയാണ്. മാർക്സിസ്റ്റ് പാർട്ടിയേക്കാൾ മതേതരത്വം സൂക്ഷിച്ചൊരു പാർട്ടിയാണ്. മാർക്സിസ്റ്റ് പാർട്ടിയിൽ പുറത്ത് മാത്രമുള്ളൂ ഈ മതേതരത്വമൊക്കെ. ഈ 64 ഞാൻ ജനിച്ച വർഷമാണത്. 64 കേരള കോൺഗ്രസ് പാർട്ടി ഉണ്ടാക്കി. 1965 തെരഞ്ഞെടുപ്പ്. അന്ന് 133 നിയോജക മണ്ഡലങ്ങളാണുള്ളത്. ഇപ്പം 140 അന്ന് 133. ആ 1965 തെരഞ്ഞെടുപ്പിൽ, അതായത് കേരള കോൺഗ്രസ് പാർട്ടി ഉണ്ടാക്കിയിട്ട് പിന്നത്തെ വർഷം തെരഞ്ഞെടുപ്പിൽ 133 സീറ്റുകളിൽ CPM ജയിച്ചത് 40 സീറ്റുകളിലാണ്. 73 സീറ്റിൽ മത്സരിച്ചിട്ട്. കോൺഗ്രസ് ജയിച്ചത് 36 സീറ്റുകളിലാണ്. 133 സീറ്റുകളിലും മത്സരിച്ചിട്ട്. കേരള കോൺഗ്രസ് ജയിച്ചത് 23 സീറ്റുകളിലാണ്. കേവലം 54 സീറ്റുകളിൽ മാത്രം മത്സരിച്ചിട്ട്. മുസ്ലിം ലീഗ് 16 സീറ്റുകളിൽ മത്സരിച്ചിട്ട് 6 സീറ്റുകളിലാണ് ജയിച്ചത്. CPI 79 സീറ്റുകൾ മത്സരിച്ചിട്ട് 3 സീറ്റിലേ ജയിച്ചുള്ളൂ. പിന്നെ സോഷ്യലിസ്റ്റ് പാർട്ടികളെല്ലാം കൂടി 29 സീറ്റുകളിൽ മത്സരിച്ചു, 13 സീറ്റുകളിൽ ജയിച്ചു. അപ്പോൾ കോൺഗ്രസിന് 133 മണ്ഡലങ്ങളിലും മത്സരം കാഴ്ചവെച്ചിട്ട് 33 MLA-മാരെയാണ് ജയിപ്പിക്കാൻ കഴിഞ്ഞത്. കേരള കോൺഗ്രസിന് അന്ന് 1965 54 സീറ്റുകൾ മത്സരിച്ചിട്ട് 23 സീറ്റുകൾ ജയിക്കാൻ കഴിഞ്ഞു. അന്ന് മുസ്ലിം ലീഗിന് 6 സീറ്റുകളെ ഉള്ളൂ എന്ന് ഓർക്കണം. ഈ കേരള കോൺഗ്രസ് ജയിച്ച സീറ്റുകളിൽ ഏതാനും ചില സീറ്റുകൾ ഒഴികെ ബാക്കിയെല്ലാം ജയിച്ചത് മധ്യ തിരുവിതാംകൂറിൽ നിന്നാണ്. മധ്യ തിരുവിതാംകൂർ എന്ന് പറഞ്ഞാൽ കോട്ടയം, ചങ്ങനാശ്ശേരി, പാല, കാഞ്ഞിരപ്പള്ളി, ആ ഭാഗങ്ങൾ. സ്വാഭാവികമായിട്ടും ആ രാഷ്ട്രീയ സാഹചര്യവും ഇപ്പോഴത്തെ ലിറ്റർജി പ്രതിസന്ധിയും തമ്മിൽ ബന്ധമുണ്ട്. ഇതാണ് എൻ്റെ ഒരു നിരീക്ഷണം. അതും ഇപ്പോഴത്തെ ക്രിസ്ത്യാനികൾ നിലപാടും തമ്മിൽ ചില കെട്ടലുകൾ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ അങ്ങനെ ചെയ്യാൻ തന്നെ കാരണം. ക്രിസ്ത്യാനികളുടെ പാർട്ടിയെ എറണാകുളം തൊട്ട് വടക്കോട്ട് കയറ്റില്ലെന്ന് ക്രിസ്ത്യാനികളുടെ ചില നേതാക്കന്മാർ തന്നെ തീരുമാനിച്ചത് എന്തുകൊണ്ട്? മധ്യ തിരുവിതാംകൂറിൽ മാത്രമായി കേരള കോൺഗ്രസ് ഒതുങ്ങിപ്പോകാൻ എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികളുടെ പാർട്ടി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഈ പാർട്ടിയെ ഒതുക്കിക്കളഞ്ഞത്? എന്തുകൊണ്ട്? 1964 ഈ പാർട്ടി ഉണ്ടായെന്ന് പറഞ്ഞല്ലോ. അതിന് 2 കൊല്ലം മുമ്പ് 1962 നമ്മുടെ തനത് സുറിയാനി കുർബാന വീണ്ടെടുത്തത്. അത് വിശേഷിച്ച് മധ്യ തിരുവിതാംകൂറിലെ രൂപതകളുടെ ശ്രമങ്ങളുടെ വിജയമായിരുന്നു. ഇപ്പോ എറണാകുളം ആക്ഷേപിക്കുന്ന ചങ്ങനാശ്ശേരി പക്ഷം അങ്ങനെ ഒരു പക്ഷമൊന്നും ഇല്ല. പക്ഷെ ഈ തനത് കുർബാന വീണ്ടെടുക്കാനായിട്ട് വത്തിക്കാൻ ആവശ്യപ്പെട്ടതനുസരിച്ചും സഭയുടെ പാരമ്പര്യമനുസരിച്ചും ദൈവശാസ്ത്രം അനുസരിച്ചും ഈ കുർബാന വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയത് ഈ മധ്യ തിരുവിതാംകൂറിലെ ആളുകളായിരുന്നു. അപ്പൊ 1962 അവരുടെ നിലപാടാണ് അംഗീകരിച്ചു വന്നത്.
അവരുടെ നിലപാടെന്ന് പറഞ്ഞാൽ സീറോ മലബാർ സഭയുടെ നിലപാട് 1962 തനത് കുർബാന അംഗീകരിച്ചു വന്നു. ഇപ്പോൾ 62 കുർബാന തനത് കുർബാന വീണ്ടെടുക്കപ്പെട്ടു. 3 കൊല്ലം കഴിഞ്ഞപ്പോൾ കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞ ക്രിസ്തീയ അംഗങ്ങൾക്ക് മുൻതൂക്കമുള്ള ഒരു പാർട്ടി കേരള നിയമസഭയിൽ 23 MLA-മാരുമായിട്ട് വളരെ ശക്തമായ സാന്നിധ്യം. ഞാൻ ആവർത്തിക്കുകയാണ്, അന്ന് മുസ്ലിം ലീഗിന് 6 സീറ്റ് മാത്രം, കോൺഗ്രസിന് 33 സീറ്റ് മാത്രം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ 23 MLA-മാരാണ് കേരള കോൺഗ്രസിന്. അപ്പോൾ ആ പാർട്ടിയെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടിയുള്ള ഒരു പാർട്ടി, ഇപ്പൊ മുസ്ലിം ലീഗിന് വേണ്ടി സംസാരിക്കാൻ പാർട്ടികളില്ലേ? മുസ്ലിം ലീഗ് ഉണ്ട്, SDPI ഉണ്ട്, തീവ്രവാദ സംഘടനകൾ വേറെ ഒരുപാടുണ്ട്. അപ്പൊ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി വാദിക്കാനായിട്ട് ഒരു പാർട്ടി ഉള്ളപ്പോൾ എന്തുകൊണ്ട് എറണാകുളം തൊട്ട് വടക്കോട്ട് ആ പാർട്ടിയെ സ്വീകരിച്ചില്ല? അതും കൂടി സ്വീകരിച്ചാൽ, അത് കേരള കോൺഗ്രസിനോട് ആഭിമുഖ്യം കാണിച്ചാൽ പിന്നെ തീർന്നു, സീറോ മലബാർ സഭ ഇല്ല എന്നൊരു ചിന്തയാണ് എറണാകുളം തൊട്ട് വടക്കോട്ട്. കാരണം എന്താണ്? ലിറ്റർജി ചങ്ങനാശ്ശേരിക്കാരുടെ, ഇനി രാഷ്ട്രീയവും ചങ്ങനാശ്ശേരിക്കാരുടെ ഈ ഒരു ചിന്ത, അതായത് പാപകരമാകുന്ന പ്രാദേശിക ചിന്ത. അവിടെ ക്രിസ്ത്യാനി എന്ന ചിന്തയില്ല, സുറിയാനി ക്രിസ്ത്യാനി എന്ന ചിന്തയില്ല. അതിനെ ഒരു ഒറ്റയടിക്ക് ഈ ലിറ്റർജിയെയും രാഷ്ട്രീയത്തെയും തള്ളിക്കളയാനുള്ള പാപകരമായ പ്രാദേശിക വാദത്തിന്റെ ഭാഗമായിരുന്നു അത്. രാഷ്ട്രീയത്തിലും ചങ്ങനാശ്ശേരി പക്ഷം കേരള കോൺഗ്രസ്, ലിറ്റർജിയിലും ചങ്ങനാശ്ശേരി പക്ഷം കൽതായ ലിറ്റർജി. ഇത് വേണ്ട. ഇതായിരുന്നു ചങ്ങനാശ്ശേരി ലോബിക്കെതിരെ എന്ന് പറഞ്ഞിട്ട് എറണാകുളം ലോബിയുടെ അന്തർധാര. അതിന് കണ്ടെത്തിയ ഒരുപാട് ദുരാരോപണങ്ങൾ, അതാണ് ഇപ്പോഴും അലയടിച്ചുകൊണ്ടിരിക്കുന്നത്. മധ്യ തിരുവിതാംകൂറിൽ ലിറ്റർജിയാണ് കൽതായി ലിറ്റർജി. അങ്ങനെ എത്രയോ പ്രാവശ്യം പറഞ്ഞിരിക്കും, അവരുടെ സംസ്കാരമല്ല ഞങ്ങളുടെ സംസ്കാരം. ഞാൻ എത്രയോ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്, എറണാകുളം തൊട്ട് വടക്കോട്ടുള്ള പല രൂപതകളും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചങ്ങനാശ്ശേരിക്കാരുടെയും കോട്ടയംകാരുടെയും അവരുടെ സംസ്കാരമല്ല നമ്മുടെ സംസ്കാരം. നമ്മുടെ സംസ്കാരം എന്താണ്? ഡ്യൂപ്ലിക്കേറ്റ് ലിറ്റർജി, അതായത് എല്ലാത്തിനും മിശ്രിതം. തനത് കുർബാന വേണ്ട, നമ്മുടെ കുർബാന വേണ്ട, സുറിയാനി കുർബാന വേണ്ട. ലത്തീൻ സഭയ്ക്ക് ലത്തീൻ കുർബാനയാകും, പക്ഷെ നമ്മുടെ സഭയ്ക്ക് സുറിയാനി കുർബാന പാടില്ല. നമ്മുടേത് ലത്തീനും ഖുറാനും ഭഗവത്ഗീതയും നിലവിളക്കും സംസ്കൃത ശ്ലോകവും ഒക്കെ ചേർത്തിട്ട് മതേതരമായിരിക്കണം. ഇതാണ് ചിന്തിച്ചത്. അതുകൊണ്ട് മതേതര പാർട്ടിയായ കോൺഗ്രസ് മതി, ക്രിസ്ത്യാനിയുടെ പാർട്ടിയായ കേരള കോൺഗ്രസ് വേണ്ട. ഇതാണ് ശരിക്കുണ്ടായ അന്തർധാര. അതുകൊണ്ടാണ് എറണാകുളം തൊട്ട് വടക്കോട്ട് ഈ കേരള കോൺഗ്രസിന് വേര് പിടിക്കാൻ പറ്റാതെ പോയത്. അത് ഒരു ലിറ്റർജിയും രാഷ്ട്രീയവും കൂട്ടിക്കെട്ടിയിട്ട് ഒരു പക്ഷത്തിന്റെ വിജയമായിട്ട് അവതരിപ്പിച്ചത് കൊണ്ടാണ്. എന്നിട്ട് എന്ത് ചെയ്തു? ക്രിസ്ത്യാനികളെല്ലാം കോൺഗ്രസ് മതി എന്നുള്ള ചിന്തയിലേക്ക് വന്നു. ക്രിസ്ത്യാനികളുടെ അതേ കേരള കോൺഗ്രസ് വേണ്ട, കോൺഗ്രസ് മതി. ഇന്ന് കോൺഗ്രസ് കപട മതേതരത്വം പറയുകയാണെന്നും മുസ്ലിം ലീഗിന് അടിമകളായി പ്രവർത്തിക്കുന്നുവെന്നും ആരോപണം ഉയർത്തി ചില ക്രിസ്ത്യാനികൾ ഇസ്ലാമിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ BJPയെ സഹായിക്കണം, BJPക്ക് വേണ്ടി വോട്ട് ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നു. ഒരു ശത്രുവിൽ നിന്ന് രക്ഷപ്പെടാൻ മറ്റൊരു ശത്രുവിനെ കൂട്ടുപിടിക്കുക എന്നുള്ളൊരു തത്വമുണ്ടല്ലോ, ശത്രുവിന്റെ ശത്രുമിത്രം. ആ തരത്തിലാണ് ഇപ്പം പോകുന്നത്. ഞാൻ ഈ പറഞ്ഞ രാഷ്ട്രീയം ഒന്നുകൂടി ചിന്തിച്ചു നോക്കിയേ. ക്രിസ്ത്യാനികൾ ഒറ്റക്കെട്ടായാൽ, രാഷ്ട്രീയമായി കേരള കോൺഗ്രസിന് പിന്നിൽ അണിനിരന്നാൽ, കേരള കോൺഗ്രസുകാർ ഒന്നിച്ചാൽ, സർക്കാരിലും കേരള രാഷ്ട്രീയത്തിലും മറ്റാരുടെ കക്ഷത്തിലും ക്രിസ്ത്യാനികളെ തല കൊണ്ടുവയ്ക്കേണ്ട ആവശ്യമില്ലാത്ത ഒരു കക്ഷിക്കും അനാവശ്യമായി അടിയറവ് പറയേണ്ട ആവശ്യം വരില്ല, തലവെച്ച് കൊടുക്കേണ്ട ആവശ്യം വരില്ല. തീർച്ചയായിട്ടും സഭയ്ക്ക് രാഷ്ട്രീയമില്ല, പക്ഷെ സഭാംഗങ്ങൾക്ക് രാഷ്ട്രീയമുണ്ട്. അതിനെ നേരായ വിധത്തിൽ നയിക്കാൻ സഭാ നേതൃത്വത്തിന് കടമയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മളൊരു ആഹ്വാനം ചെയ്ത് ഇല്ലേ, ആളെ നോക്കി നമുക്ക് നമ്മുടെ സമുദായത്തിന്റെ കാര്യങ്ങൾ നോക്കി വോട്ട് ചെയ്യണമെന്ന് പറയുന്നത് ഒരു ആഹ്വാനം മാത്രമാകാതെ യാഥാർത്ഥ്യത്തിൽ അതിന് നമുക്കൊരു വോട്ട് ബാങ്കായി തന്നെ മാറാം. അതെന്തിനാണ് വോട്ട് ബാങ്ക്? മലയോര ജനതയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അത് ആവശ്യമില്ലേ? തീരദേശ ജനതയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അത് വേണ്ടേ? ഇനി ഇത് രണ്ടിനും ഇടയിലുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഇങ്ങനെയൊരു
ബാർഗൈനിങ് പവർ, വിലപേശൽ അധികാരം, ഒരു ബാർഗൈനിങ് പവർ, ശക്തി നമുക്ക് ആവശ്യമില്ലേ? അതിനാൽ ഇതിലേക്കൊരു തിരിച്ചുപോക്ക്, ഒരു വിചിന്തനം. കേരള കോൺഗ്രസ് ഒന്നിക്കുക, ക്രിസ്ത്യാനികൾ സമുദായ ബോധത്തിൽ ആഴപ്പെടുക, മധ്യ തിരുവിതാംകൂറിൽ നിന്ന് വടക്കോട്ടും തെക്കോട്ടും വേരുകൾ ആഴ്ത്തുക. അങ്ങനെ വന്നാൽ ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു കക്ഷി രാഷ്ട്രീയത്തിന് നമ്മൾ ആരെങ്കിലും ഉപദ്രവിക്കുമെന്ന് പേടിച്ചിട്ട് ഏതെങ്കിലും കക്ഷികൾക്ക് നമ്മളെ കക്ഷം വെച്ച് കൊടുക്കേണ്ട തല വെച്ച് കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഏതെങ്കിലും കക്ഷികളുടെ കക്ഷത്തിൽ തല വെച്ച് കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇത് കുറച്ച് വടക്കോട്ടൊക്കെ നമുക്ക് കേരളത്തിന് പുറത്തോട്ടും ചിന്തിക്കാവുന്ന ഒരു മാതൃകയാണ്. അപ്പൊ അതിന്റെ വിശദാംശങ്ങൾ ഞാൻ പറയുന്നില്ല. ഇതാരെയും ദ്രോഹിക്കാനല്ല, ആരും നമ്മെ ദ്രോഹിക്കാതിരിക്കാൻ, ആരെയും തോൽപ്പിക്കാനല്ല, ആരുടെ മുമ്പിലും നാം തോറ്റു പോകാതിരിക്കാൻ, ആരെയും കൊല്ലാനല്ല, ആരും നമ്മെ കൊല്ലാതിരിക്കാൻ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.